ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. റെയിൽവേയോളം പഴക്കമുള്ള RMS ഓഫീസ് നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. മേഖലയിൽ ആരംഭത്തും റെയിൽവേയോളം പഴക്കമുള്ള RMS ഓഫീസ് നിർത്തലാക്കുന്നതിൽ പ്രതിഷേധിച്ച് CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സായാഹ്ന ധർണ CITU പാലക്കാട് ജില്ലാ സെക്രട്ടറി MA ഹംസ ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് ജില്ലയുടെ മറ്റൊരു ദുഃഖമുണ്ട്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ BS മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടം കേരളത്തിൽ ഇന്നത്തെ CITUവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വെളമരം കരീം വ്യവസായ മന്ത്രിയായിരിക്കുന്ന കാലം, അന്ന് ഇന്ത്യ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി AK ആന്റണിയായിരുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ ബജറ്റിൽ ആ ബജറ്റ് എന്ന് പറയുന്നത്, ഇന്ത്യ രാജ്യത്തിന്റെ ബജറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഏതാണ്ട് 102 ഹെഡുകളിലായിട്ടാണ് പണം ചെലവഴിക്കുന്നത്. 102 ഹെഡുകളിലായിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ 124 ലക്ഷം കോടി രൂപയുടെ ബജറ്റ് ഇന്ത്യ രാജ്യത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അത് 102 ഹെഡുകളിലായിട്ടാണ് ചെലവഴിക്കുന്നത്. ആ 102 ഹെഡുകളിൽ ഏറ്റവും കൂടുതൽ പണം ചെലവഴിക്കുന്ന ഒരു ഹെഡുണ്ട്, ഒരു വകുപ്പുണ്ട്. ആ വകുപ്പാണ് ഡിഫൻസ് എന്ന് പറയുന്ന വകുപ്പ്. ആ ഡിഫൻസ് എന്ന് പറയുന്ന വകുപ്പ് ആ പണം ചെലവഴിക്കുന്ന ഒരു ഘട്ടമുണ്ടല്ലോ. അന്ന് ഇപ്പോൾ 6 ലക്ഷം കോടി രൂപ ഡിഫൻസിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. 6 ലക്ഷം കോടി രൂപയുടെ ഡിഫൻസിന് വേണ്ടി പണം, 6 ലക്ഷം കോടി, 6 ലക്ഷം കോടി രൂപ ഡിഫൻസിന് വേണ്ടി ചെലവഴിക്കുന്നു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K ഭാസ്കരൻ, P സിന്ധു, ഡിവിഷൻ വൈസ് പ്രസിഡന്റുമാർ MK ജയപ്രകാശ്, V വേണുഗോപാലൻ, LC സെക്രട്ടറി ND ദിൻഷാദ് എന്നിവർ പങ്കെടുത്ത് പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് CCV.